ക്ലിഫ് ഹൗസിൽ ഒരു അയ്യപ്പൻ വിളക്ക് നടത്തുന്നതാണ് ഇതിനേക്കാൾ നല്ലത്, അങ്ങനെ ഒരു പാപപരിഹാരത്തിന്റെ പേരിലാണെങ്കിൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരിഹാസം. ഈ നിലയ്ക്ക് സർക്കാർ എന്തിനാണ് ഈ വിഷയങ്ങളെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? ഇതൊരു രാഷ്ട്രീയ സംഗമം എന്ന നിലയ്ക്ക് തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണോ? അത് അപ്പോഴത്തേക്ക് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള അഭിപ്രായ സ്വരൂപണത്തിനുള്ള വേദി ഒരുക്കുക എന്ന് പറയുന്ന ലക്ഷ്യം അത് നടക്കാതെ പോകുമോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശബരിമലയെ കുറിച്ച് മറുപടി കൂട്ടുക, മറുഭാഗത്ത് ശബരിമലയ്ക്കെതിരായി എല്ലാ കടന്നാക്രമണങ്ങളും നടത്തുക. ഇതാണ് സംഘപരിവാർ എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ സീസൺ പ്രതിദിനം ഒരു 1,00,000 പേർ വന്നു പോയാൽ ഒരു സീസൺ കാലത്ത് 50 ലക്ഷം ആളുകൾക്ക് വന്നു പോകാനാവും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. അത് 1 കോടിയിലേക്കും 2 കോടിയിലേക്കും എത്തിക്കാനാകുമോ? അങ്ങനെയാണെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള തീവണ്ടിപ്പാത വളരെ വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട്, വിമാനത്താവളം പൂർത്തീകരിക്കേണ്ടതുണ്ട്. 9.5 കൊല്ലത്തിനിടയ്ക്ക് കളങ്കമില്ലാത്തൊരു സർക്കാരാണ്. പ്രതിപക്ഷ നേതാവ് മാത്യു കുഴൽനാടൻ ഞങ്ങളെ നന്നായി സഹായിച്ചു. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ ഒത്തിരി കേസ് പോയിട്ട് സർക്കാരിനെതിരെ കേസ് പോയപ്പോ തൊപ്പിയിട്ടൊരു പ്രതിപക്ഷമാണ്. പിന്നെ BJP-ന്ന് കോൺഗ്രസിലേക്ക് പോയ നേതാവ്, ആ നേതാവിനോട് ചോദിക്കണം. ആ നേതാവിന്റെ അന്നത്തെ നേതാവ് ബയ്യാജി ജോഷി, ആ നേതാവ് അന്നത്തെ പത്രം ജന്മഭൂമി, സന്ദീപ് വാര്യയുടെ അന്നത്തെ പത്രം. ഇന്ന് ജന്മഭൂമി അദ്ദേഹം വരുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നേതാവ്, പഴയ നേതാവല്ല, ഇപ്പോഴത്തെ നേതാവ് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? എന്താ രാഹുൽ ഗാന്ധിയുടെ നിലപാട്? എന്താണെന്ന് വെച്ചാ പറ. കോടതി വിധി വന്നപ്പോ RSSന്റെ നിലപാടുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിന് AICCക്ക് നിലപാടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് നിലപാടുണ്ട്, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു നിലപാടുണ്ട്. സുവർണാവസരം തേടിയിട്ട് ശബരിമല ചോരയെടുക്കാൻ നടന്ന കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല കേട്ടോ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. സന്ദീപ് വാര്യർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ആയിരുന്നല്ലോ അല്ലെ, ഈയിടെ ആണല്ലോ മാറിയത്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അവിടെ ആ കറുത്ത കുടുംബത്തിട്ടുണ്ട് നിങ്ങളുടെ നേതാവ് നടന്നല്ലോ. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ എന്തായി അവസ്ഥ? നിയമസഭയിൽ ഉണ്ടായിരുന്ന വട്ടപൂജ്യം ഇപ്പോ ശബരിമലയിൽ നിങ്ങൾ ഈ ചോരയെടുക്കാൻ നടന്നപ്പോ 1 സീറ്റ്, ഇപ്പൊ 0. അപ്പൊ അയ്യപ്പ ശാപം RSSന് നേരെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരെയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരള ചരിത്രത്തിൽ CPM-നും CPI കൂടെ കേവല ഭൂരിപക്ഷം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരള നിയമസഭ കേവല ഭൂരിപക്ഷമുണ്ട്. അത് കഴിഞ്ഞ 2020-ലെ 2021-ലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അപ്പൊ ഞങ്ങൾക്ക് അയ്യപ്പ ശാപമാണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരു SDP-യുടെ നമ്മുടെ കൈവെട്ട് സംഘത്തിന്റെ നേതാവുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ. ഇവിടെ ചർച്ച പങ്കെടുക്കുന്ന ഒരാളുണ്ടല്ലോ, ആ തേജസ് പത്രത്തിന്റെ പഴയ ഒരു എഡിറ്ററോ എന്തോ ഒരു നേതാവാണല്ലോ അദ്ദേഹം. ഇവിടെ ചർച്ച പറയുന്നത് കേട്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഏതോ ഒരു വിജയന്റെ ഒരു വാസവന്റെ കാര്യം. അത് ആരാന്ന് അദ്ദേഹത്തിന് അറിയില്ല, മലയാളിയാന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്കൊന്നും വിളിക്കരുത് കേട്ടോ. മുഖ്യമന്ത്രിയൊക്കെ അപമാനിക്കാൻ കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ പേരുണ്ട്, അവരെ ഒന്നും ചർച്ചയ്ക്ക് വിളിക്കരുത്. മര്യാദയ്ക്ക് വർത്താനം പറയുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ്, 9.5 കൊല്ലമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇങ്ങേരോട് എന്താ പഴിച്ചത്? വിജയൻ മടിയിലിട്ട് വളർത്തുകയാണോ വിജയനെ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ശബരിമലയ്ക്ക് 1526 കോടി രൂപയുടെ വികസന പദ്ധതികൾ പണം കൊടുത്തു. മനസ്സിലായിട്ടുണ്ടോ? അത്രയും വേണം. കോടതി ഇവരുടെ നിലവാരത്തിൽ സംസാരിക്കരുത്. ഇപ്പൊ ചർച്ച പങ്കെടുത്തവരുടെ നിലവാരത്തിൽ കോടതി സംസാരിക്കരുത്. ഇന്നലെ കോടതിയിൽ ഒരു കേസ്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കെല്ലാം നിലവാരം കമ്മിയാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് ജനാധിപത്യപരമല്ല. ആ നില സ്വീകരിക്കാൻ കഴിയില്ല. കോടതിയുടെ നിലപാടിനെ പോലും നമ്മൾ ഖണ്ഡിക്കുകയാണെങ്കിൽ അതിന് നിലവാരം പോരാ എന്ന് പറയുകയാണെങ്കിൽ അതിൽ നിയമവിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നിലവാരം പോരാ എന്നാണ് പറയുന്നതെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത് അതൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. അഡ്വക്കേറ്റ് ശ്രീ സന്ദീപ് വാര്യർ, പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS-ന് ശേഷമുള്ള താത്വികാചാര്യനും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്രനക്ഷത്രവും ഒപ്പം ചർച്ചകളിൽ മറ്റ് പാനലിസ്റ്റുകളോട് അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കുന്നതിൽ മാതൃകയും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാജനവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെപ്പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ നിലവാരത്തോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട് ഇനി ഈ ബഹുമാനപ്പെട്ട അനിൽകുമാറിനെ പോലെ ഇത്രയും മഹത്വമാർന്ന ഒരു വ്യക്തിത്വം ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാൻ തയ്യാറാണ്. ദയവ് ചെയ്ത് ഈ മഹാനിരിക്കുന്ന ചർച്ചകൾക്ക് വിളിക്കരുതേ എന്ന് ഞാൻ മാതൃഭൂമിയോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തോട് ഒരു കാര്യം വിനയത്തോട് ഓർപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന തേജസ് പത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായ NP ചേക്കുട്ടി, സബ്ജക്ട് ടു കറക്ഷനാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം നേരത്തെ SFI പ്രവർത്തകനായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അദ്ദേഹം മാധ്യമ പ്രവർത്തകനായി പോയി ഏതെങ്കിലും സ്ഥാപനത്തിന്റെ മാധ്യമത്തിൽ, ഏതെങ്കിലും ഒരു സംഘടനയുടെ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അതായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായിട്ടൊരു കമന്റ് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് സംബന്ധിച്ച് പറയുന്ന ആളുകൾ തന്നെ ചിന്തിക്കട്ടെ. വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയത്തിൽ, വിശ്വാസികളെ അങ്ങേയറ്റം വ്രണപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിൽ, ശബരിമലയുടെ കോറായിട്ടുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള പിണറായി വിജയനും സംഘവും ഇവിടെ വന്നിട്ട് അയ്യപ്പ സംഘം നടത്തുമ്പോൾ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പിന്നെ പാഴൂർ പടിപ്പര വരെ പോകേണ്ട ഒരു കാര്യമില്ല. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഇവന്മാർ തട്ടിപ്പുകാരാണെന്നും ഇവർ ശബരിമലയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെന്നും ഇവർ ആ കാലത്ത് നടത്തിയിട്ടുള്ള നരനായിട്ടും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അപ്പൊ അത് പറയുന്ന സമയത്ത് 9 മാസം മുമ്പ് BJP വിട്ട എന്നെ വീണ്ടും പഴയ ആലയത്തിൽ കെട്ടിക്കൊണ്ട് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സരിനോടും ഇതുപോലെയാണോ? സരിനെ കാണുമ്പോൾ സരിനെ താങ്കളുടെ പഴയ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? അങ്ങനെയാണോ? ഇനി അല്ല OK വാസുവിനെ കാണുമ്പോൾ നിങ്ങൾ ഭയ്യാജി ജോഷിയെ കുറിച്ച് സംസാരിച്ചിട്ടാണോ അഭിപ്രായം പറയാറുള്ളത്? എന്നോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ചോദിക്കണം. ഞാൻ കോൺഗ്രസിന്റെ വക്താവാണ്. എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായമേ ഈ ചർച്ചയിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ മറ്റു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതാണ് നിലവാരക്കുറവെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ മതി. നന്നായിട്ടുണ്ട്. പിന്നെ പ്രളയകാലത്ത് പുതിയ കന്യ അയ്യപ്പന്മാരെ വരാത്തത് കൊണ്ട് മാളികപ്പുറത്തമ്മയുടെയും അയ്യപ്പന്റെയും വിവാഹം കഴിഞ്ഞു എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച സ്വരാജിനെ പുറത്താക്കിയിട്ട് വേണ്ടേ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ? അല്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് ഇതിനേക്കാൾ വലിയ അവഹേളനമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ മാധു, 112 ഏക്കർ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അനുമതിയോടുകൂടി ഏറ്റെടുത്ത് നൽകിയിട്ടുള്ള സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അങ്ങനെ 112 ഏക്കർ സ്ഥലം ശബരിമല വികസനത്തിന് വേണ്ടി ഏറ്റെടുത്ത് കൊടുത്തിട്ട് ഈ 9 വർഷക്കാലം ഒരു ഹുണ്ടിയ കൊണ്ടുപോയി വെച്ചോ? ഒരു കാണിക്ക വഞ്ചി കൊണ്ടുപോയി വെക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഓരോ സീസൺ കാലത്തും പരാതിക്കുമേൽ പരാതി മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 9ാം വർഷം പോയി അയ്യപ്പ ഭക്ത സംഘം സംഘടിപ്പിച്ച് 3000 പേര് പങ്കെടുത്തിട്ട് അവിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നു പറഞ്ഞാൽ ഇത് കേട്ടവൻ ഇത് വിശ്വസിക്കണമെങ്കിൽ ഉണ്ണുന്നത് ചോറായിരിക്കരുത്. മനസ്സിലായാലും ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. വിശ്വാസികളെ വിശ്വാസം അറച്ചെടുക്കാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ പോയി കോടതി പോയി പറഞ്ഞു ഞങ്ങളുടെ നിലപാട് മാറി, ഞങ്ങൾ ശബരിമല ആചാരം സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്, ശബരിമലയിൽ യുവതീ പ്രവേശനം ആവശ്യമില്ല എന്നുള്ള വിശ്വാസികളുടെ നിലപാടിനൊപ്പമാണ് ഞങ്ങൾ എന്ന് എന്തേ പറയാൻ പറ്റാതെ പോകുന്നത്? അതങ്ങ് പറഞ്ഞ പ്രശ്നം തീരില്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ നിലപാട് മാറിയിട്ടുണ്ടോ? ഞങ്ങൾ ഭൂലോകം ഇടിഞ്ഞു വീണ, ആകാശം ഇടിഞ്ഞു വീണാലും നിലപാട് മാറില്ല എന്ന് പറഞ്ഞവരല്ലേ? ആകാശം ഇടിഞ്ഞു വീണാലും ശബരിമലയെ സംബന്ധിച്ച് നിലപാട് മാറില്ല. ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ആളുകളെ, CPM-കാരായിട്ടുള്ള പോലീസുകാരെ കാവൽ നിർത്തിയിട്ടല്ലേ അവിടെ ആചാരലംഘനം നടത്തിയത്? ഇതിലും വലിയ നെറികേട് വിശ്വാസ സമൂഹത്തോട് കാണിക്കാനുണ്ടോ? ഇത്രയും വലിയ ദ്രോഹം ശബരിമലയോട് ചെയ്തവര് അങ്ങനെ ശബരിമലയെ അങ്ങ് അടിസ്ഥാന സൗകര്യ വികസനം നടത്തി അങ്ങ് നന്നാക്കി കളയുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടാണോ മധു? ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അനിൽകുമാർ, അങ്ങയോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ. 2016 സ്വദേശി ദർശൻ പരിപാടിയെ ബന്ധപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് 100 കോടി രൂപ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു 2016. പക്ഷേ ആ 2016 അനുവദിച്ച പൈസ നിങ്ങൾ 1 രൂപ പോലും ചെലവഴിക്കാതെ ലാപ്സാക്കി കളഞ്ഞു എന്നുള്ള വിവരാവകാശ രേഖ എൻ്റെ അടുത്തുണ്ട്. ഈ സാമ്പത്തിക വർഷം 2024 സാമ്പത്തിക വർഷം 53 കോടി രൂപ ശബരിമലയെ ലാപ്സാക്കിയ ഗവൺമെന്റാണ് ശ്രീ അനിൽകുമാർ, നിങ്ങളുടെ ഗവൺമെന്റ്. അപ്പോഴാണ് നിങ്ങൾ പറയുന്ന ശബരിമലയുടെ വികസനവും അയ്യപ്പന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി സംഘടിപ്പിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്താ ഉറക്കം വരുന്നു. ശബരിമലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. ഇവിടെ എവിടെയോ നിങ്ങളൊരു കച്ചവട സാധ്യത കാണുന്നുണ്ട്. ആ കച്ചവട സാധ്യത മുതലാക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ട്. അല്ലാതെ നിങ്ങൾക്ക് വിശ്വാസികളോട് സ്നേഹവും ആത്മാർത്ഥതയും ശബരിമല സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊക്കെ താല്പര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും.
നിങ്ങളുടെ യുവതീ പ്രവേശനത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആരാണ്? ദേവസ്വം ബോർഡാണോ ഈ പരിപാടി പ്രഖ്യാപിച്ചത്? നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമല്ലേ? ജൂൺ മാസം 25-ാം തീയതി മന്ത്രി വാസവനല്ലേ പരിപാടി പ്രഖ്യാപിച്ചത്? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഈ പരിപാടിയിൽ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ വർഗീയവാദികൾക്കല്ല, ഇത് ഭക്തജനങ്ങൾക്കാണ്, വിശ്വാസികൾക്കാണെന്ന് പറയാൻ ഗോവിന്ദൻ എന്താ അവകാശമുള്ളത്? ദേവസ്വം ബോർഡിന്റെ പരിപാടിക്കകത്ത് അഭിപ്രായം പറയേണ്ടുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണോ? അപ്പോ ഇതിന്റെ സംഘാടക സമിതി മാധു എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ സംഘാടക സമിതി മൊത്തം മന്ത്രിമാരല്ലേ? അപ്പൊ ഇത് തട്ടിക്കൂട്ട് CPM പരിപാടിയാണ്, തട്ടിക്കൂട്ട് സർക്കാർ പരിപാടിയാണ്. പിന്നെ നിങ്ങളുടെ നിലവാര വളപ്പ്, നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴാൻ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല അനിൽകുമാർ. 2012 ആ നിലവാരം ഉപേക്ഷിച്ചവനാ ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ നിലവാരത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് രാജകുടുംബത്തിന്റെ നിലവാരത്തിലേക്ക് താഴാനായിട്ട് നിയമിച്ചില്ല. അതുകൊണ്ട് അനിൽകുമാർ തമ്പുരാൻ ക്ഷമിക്കണം, അങ്ങയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കാത്തുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ അനിൽകുമാർ, അതുകൊണ്ട് അങ്ങയുടെ തമ്പുരാനോടൊന്ന് പറയണം, ഇങ്ങനെ ശബരിമലയും നാട്ടിലെ വിശ്വാസികളെ സ്നേഹിക്കരുതെന്നുള്ളത്. ഞങ്ങൾക്ക് ഒന്നും മറക്കാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത്? ഇപ്പോൾ ഒരു ആഗോള സംഭവം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ അജണ്ട വേണ്ടേ? ഇത് അയ്യപ്പ വിശ്വാസികളുടെ സമ്മേളനമാണെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ അമ്പലത്തിലേക്കാണ് പോകേണ്ടത്. അതെ, അല്ലാതെ ഇപ്പം ഈ മറ്റേ പറയുന്ന രണ്ട് കക്ഷികളുടെ പേര് ഞാൻ പറഞ്ഞു, ഇവരുടെ പേരല്ലാണ്ട് ഞാൻ എന്താ അഡ്രസ്സ്, മേൽവിലാസത്തിലാണ് ഇവർ വിളിക്കേണ്ടത്? വിട്ടില്ലേ? ഒരാളെ വിജയൻ എന്നും ഒരാളെ വാസവൻ എന്നും വിളിക്കും. അവരുടെ പേര് അതായിരിക്കുന്ന കാലത്തോളം വേറെ എന്തെങ്കിലും പേരിൽ എനിക്ക് വിളിക്കാൻ പറ്റുമോ? വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് മലയാളികൾ കൃത്യമായിട്ട് നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്ത് തരം ആവശ്യങ്ങളാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ അവർക്കുള്ളത്, അവർക്ക് ഈ ശബരിമല വല്ലതും കിട്ടാനുണ്ടോ എന്നതാണ് അവർ നോക്കുന്നത്. പോയി ചത്തുടടാ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.